നമസ്കാരം. എം.ആർ. അജിത് കുമാറിന് DGP ആയിട്ട് സ്ഥാനക്കയറ്റം. വാർത്താ വിസ്ഫോടനം തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാ പിണറായി വിജയന്റെ സംഘി സ്നേഹം. എം.ആർ. അജിത് കുമാറിന് DGP ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുന്നു. മന്ത്രിസഭ അത് അംഗീകരിച്ചിരിക്കുന്നു. പല ഡീലിങ്സിനും വേണ്ടി ഇടനില നിന്നതിന്റെ അടിസ്ഥാനത്തിൽ, കാര്യം നേരത്തെ നമ്മൾ കുറെ കഥയുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഈ RSS നേതാവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ്. കാര്യം എല്ലാ കാര്യത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോ ഒരു പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഒറ്റ കാര്യമുള്ളൂ, അത് പിണറായി വിജയനും RSSും തമ്മിലുള്ള ബന്ധമാണെന്ന് അങ്ങ് പറയും. ഇനി എന്താണ് വസ്തുത എന്ന് കേട്ടോളൂ. IPS ജോലി, സിവിൽ സർവീസ് ആണെന്ന് അറിയാലോ. സിവിൽ സർവീസിലേക്ക് നിയമനം കൊടുക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? അല്ല, അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് IPS ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നവർ. അവർ എൻറോൾ ചെയ്യുന്ന ഡേറ്റ് വെച്ചിട്ട് അവരുടെ സീനിയോറിറ്റി അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രൊമോഷൻ അതൊരു സ്വാഭാവിക നടപടിയാണ്. അത് ഇനി ലോകത്ത് ഏത് പിണറായി വിജയൻ വിചാരിച്ചാലും തടഞ്ഞു വെക്കാൻ കഴിയില്ല. കാര്യം സിവിൽ സർവീസ് ചട്ടപ്രകാരം ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രൊമോഷൻ ഇനി എന്ത് പ്രതിബന്ധങ്ങൾ നിലനിൽക്കുമ്പോഴും കൊടുക്കുക എന്നുള്ളത് അയാളുടെ അവകാശമാണ്. അത് സിവിൽ സർവീസ് ചട്ടമാണ്. ആ ചട്ടപ്രകാരം സ്വാഭാവികമായിട്ട് സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം മുന്നോട്ട് വന്ന ആ ലിസ്റ്റിന് അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. മറ്റു രണ്ട് പേരുകൾ കൂടി ഇതിനോടൊപ്പം അംഗീകരിച്ചിട്ടുണ്ട്. ആ പേര് പറഞ്ഞാൽ പോയില്ലേ? ഇനി അടുത്ത ആരെങ്കിലും റിട്ടയർ ആകുമ്പോൾ DGPയുടെ പ്രധാന പോസ്റ്റിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒന്നാമത്തെ ലിസ്റ്റിലുള്ള വ്യക്തി എന്ന് പറയുന്നത് മനോജ് എബ്രഹാമാണ്. പക്ഷെ നമ്മൾ പറയല്ലേ, വൈകിട്ട് ഇരുട്ടുമുറിയിൽ ടെസ്റ്റ് ഇട്ട് വെച്ചേക്കാണ്, അത് വൈകിട്ടേ പറയുള്ളൂ. അതിനുശേഷം രണ്ടാം പേരുകാരനായിട്ടുള്ളത് സുരേഷ് രാജ് പുരോഹിതാണ്. അദ്ദേഹവും മറ്റാരെങ്കിലും റിട്ടയർ ആകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ നിയമനം കൂടി കഴിഞ്ഞ് മൂന്നാം സ്ഥാനക്കാരനായിട്ടാണ് M.R. അജിത് കുമാർ ഉള്ളത്. അതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടി ഉള്ളത്, ഇത് ഒരുപക്ഷെ തടഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ സെൻകുമാറിന്റെ കാര്യം ആലോചിക്കാവുന്നതാണ്. സെൻകുമാറിനെ ലോ ആൻഡ് ഓർഡർ DGP ആക്കിയത് ആരാണ്? അദ്ദേഹത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ RSS ബന്ധമുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ട് DGP ആക്കുകയും പിണറായി വിജയൻ പുറത്താക്കിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. പിന്നീട് എന്ത് സംഭവിച്ചു? അദ്ദേഹം കോടതിയിൽ പോയി. അദ്ദേഹത്തിന്റെ സർവീസ് ചട്ടപ്രകാരം അദ്ദേഹത്തിന് തിരിച്ച് പുനർനിയമനം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് ആരെയാണ് അധിക്ഷേപിച്ചത്? പിണറായി വിജയന്റെ മുന്നിലേക്ക് ഹീറോയിസിക് പരിവേഷത്തിൽ ആര് വന്നു? സെൻകുമാർ വന്നു എന്ന നിലയ്ക്ക് ആഘോഷിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വൈകിട്ട് ഇരുട്ടുമുറിയിലെ ചർച്ച നോക്കുമ്പോൾ നിങ്ങളോട് കാര്യം പറയും. അതായത് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിക്കുന്നിടത്തോളം ഏത് തരത്തിലുള്ള കേസുകളുടെ അന്വേഷണം നേരിടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ആ കേസ് പ്രൂവ് ചെയ്യാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ അർഹതപ്പെട്ട സർവീസ് ചട്ടപ്രകാരമുള്ള, അതായത് സിവിൽ സർവീസ് ചട്ടപ്രകാരമുള്ള പ്രൊമോഷനുകൾ അദ്ദേഹത്തിന്റെ അവകാശമാണ്. അതിപ്പോ അന്വേഷണം നടക്കുന്നു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി മുൻനിർത്തി അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് മറ്റൊരാൾക്ക് അവിടേക്ക് നിയമനം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് M.R. അജിത് കുമാറിന് കോടതിയിലേക്ക് പോകാം. കോടതിയിലേക്ക് പോകുമ്പോൾ സർവീസ് ചട്ടപ്രകാരം അദ്ദേഹം തന്നെയാണ് അടുത്ത മൂന്നാം സ്ഥാനത്തേക്ക് വരേണ്ട ആൾ എന്നുള്ളത് ഈസി ആയിട്ട് തെളിയിക്കപ്പെടും. അത് സ്ക്രീനിംഗ് കമ്മിറ്റി കൃത്യമായി അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ സർവീസ് സീനിയോറിറ്റി പ്രകാരം കേരളത്തിൽ അടുത്ത DGP റാങ്കിലേക്ക് കടന്നു വരേണ്ട മൂന്നാമത്തെ ആൾ M.R. അജിത് കുമാറാണ്. അതിന് ഏത് പൊന്നു തമ്പുരായി ഈ നാട്ടിലിരുന്നാലും അത് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് മറച്ചു വെക്കുകയാണ്. പിന്നെ ഇദ്ദേഹം DGP, അതായത് ലോ ആൻഡ് ഓർഡർ DGP സ്ഥാനത്തേക്ക് എത്തുമെന്നാണ്. അത് എത്തില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. കാര്യം കഴിഞ്ഞ കുറെ കാലമായിട്ട് ശബരിമലയുടെ നോഡൽ ഓഫീസർ ആയിട്ട് പോലും ഇദ്ദേഹത്തെ പല കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. പല പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അന്വേഷണത്തിൽ അതിന്റെ കഴമ്പുകളെല്ലാം പുറത്തേക്ക് വരട്ടെ എന്ന തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. കാര്യം ഈ മാറ്റി നിർത്തുന്ന കാര്യങ്ങളൊന്നും വാർത്തയല്ല, അതൊക്കെ അങ്ങ് ചവിട്ടി മൂടും. കാര്യം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പ്രധാനപ്പെട്ട യോഗത്തിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു ഉദ്യോഗസ്ഥനോട് സ്നേഹമുണ്ടെങ്കിൽ അതാണോ ചെയ്യേണ്ടത്? അതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ പാടില്ല. ഇതൊന്നിപ്പോ ഇങ്ങനെ ഒരു ഊഹാപോഹം ഇട്ടുകൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ റീച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. രാവിലെ ഇതിന്റെ വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ? അപ്പോ പിന്നെ വാർത്തയ്ക്ക് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഒരു കാരണവും ഇല്ലാതായി. അപ്പോ എന്ത് ചെയ്യണം? ഒരു പുകമറ അങ്ങ് ഉണ്ടാക്കണം. വസ്തുതയെ അങ്ങ് ചവിട്ടി താഴ്ത്തി വെച്ചിട്ട് നേരത്തെ കഥകളെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ആ വസ്തുതയെ മറച്ചു വെച്ച് ഇങ്ങനെ ഒരു ഊഹാപോഹ ചർച്ച നടത്തിയാലല്ലേ കാശടിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ, അത് IPS ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് സിവിൽ സർവീസ് ചട്ടപ്രകാരം M.R. അജിത് കുമാറിന് അർഹതപ്പെട്ട അദ്ദേഹത്തിന്റെ എൻറോൾ ചെയ്തതിന് ശേഷമുള്ള കാലാവധി പ്രകാരം അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അടിസ്ഥാനപ്പെടുത്തി DGP ആയിട്ട് അടുത്ത ആർക്കൊക്കെയാണ് സ്ഥാനക്കയറ്റം കൊടുക്കേണ്ട വ്യക്തികൾ ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് അദ്ദേഹത്തിന്റെ ലിസ്റ്റ് അംഗീകരിച്ചിരിക്കുകയാണ്. അത് അംഗീകരിക്കേണ്ടത് ഏത് മുഖ്യമന്ത്രി ഇവിടെ ഇരുന്നാലും അതേ ചെയ്യാൻ പറ്റുള്ളൂ. ആ സന്ദർഭത്തിൽ ഈ ഡയലോഗ് അടി വീരന്മാർക്ക് പുറത്തിറങ്ങി നിന്നിട്ട് ഡയലോഗ് അടിക്കുന്നതിൽ യാതൊന്നും ചെയ്യാനില്ല. ഒരുപക്ഷെ ഡയലോഗ് അടിക്കാരോ അല്ലെങ്കിൽ മാധ്യമ കൈയടിക്കോ അല്ലെങ്കിൽ ഈ പുറത്ത് നിൽക്കുന്ന കുറെ ഫാൻസ് കൈയടിക്കോ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ കോടതികളിൽ പോയി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി നേരിടും. അതുകൊണ്ട് ഒരാളുടെ സർവീസ് അവകാശത്തെ അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ്
ഇപ്പോൾ ഒരു കോലാഹലം പൊട്ടിപ്പുറപ്പെട്ടത്. എന്തെങ്കിലും ഒരു കാര്യം അവർക്കൂടെ കൊടുക്കണ്ടേ, ധാരണ വേണ്ടേ? നിങ്ങൾ വാർത്തയുടെ സത്യം ആദ്യമേ പറയരുത്, അത് ഇരുട്ടുമുറി പറഞ്ഞോളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഇത് വെച്ചുകൊണ്ട് സംഘി വിജയൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വസ്തുത എന്ത് ചെയ്യണം? ചവിട്ടി വെക്കണം. അത് മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എം.ആർ. അജിത് കുമാറിന്റെ സർവീസ് പ്രകാരം അദ്ദേഹത്തിന് എൻറോൾ ചെയ്ത കാലഘട്ടത്തിനെ അടിസ്ഥാനപ്പെടുത്തി സീനിയോറിറ്റി പ്രകാരം അദ്ദേഹം ആ പോസ്റ്റിലേക്ക് എത്തി. അത്രയേ ഉള്ളൂ. അതിന് ഒരു നടപടിക്രമം എന്നോണം ഈ നാട്ടിൽ മന്ത്രിസഭ അംഗീകരിക്കേണ്ടതുണ്ട്. അത് ചെയ്തു. ദാറ്റ്സ് ഓൾ. അതിനെയാണ് ഈ രീതിയിൽ വക്രീകരിച്ച് RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം, ഈ കഥകളൊക്കെ എടുത്തിട്ടാലേ അതിനൊരു സ്കോപ്പോട് കൂടി വിറ്റ് പോകുള്ളൂ, അല്ലെങ്കിൽ ആ സ്കോപ്പോട് കൂടി ആൾക്കാരെ കുറച്ചു പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാർക്ക്. ഇതിപ്പോ കൈയടിക്കാനും ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി തീവ്ര ന്യൂനപക്ഷ നിലപാടുകാർക്ക് ഇതാ പിണറായി വിജയന്റെ സംഘി സ്നേഹം എന്നുള്ളതിലേക്ക് കൊണ്ടാടാനുള്ള ഒരു അവസരം നമ്മുടെ മാപ്രകൾ വസ്തുതകൾ ഇരുട്ടുമുറിയിലേക്ക് പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതിനാൽ ഈ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു എന്നതിനപ്പുറം അതൊരു സ്വാഭാവിക നടപടി എന്ന് മാത്രമാണ് പറയാനുള്ളത്.